بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. ഷൈത്താന്മാർ ആകാശത്തിൽ കട്ടിക്കേട്ടിരുന്ന അവസരത്തിൽ ആ കട്ടിക്കേൽവിയെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരലോടുകൂടി അവർക്ക് തടയപ്പെടുകയും നിഷേധിക്കപ്പെടുകയും ചെയ്തു. അവർ ആകാശത്തിലേക്ക് കയറുമ്പോൾ തന്നെ അവിടുത്തെ കവാടങ്ങൾ അടക്കപ്പെടുകയും ചെങ്കോലുകൊണ്ട് തീപ്പൊരികളെ കൊണ്ട് അവർക്ക് എറിയപ്പെടുകയും ചെയ്യുന്നു. ആ സമയത്ത് ശൈത്താന്മാർ ഓടുന്നു. ആ ഓട്ടം എങ്ങനെയായിരുന്നു എന്ന് കവി പാടുകയാണ്. കഅന്നഹും ഹറബൻ അബ്താലു അബ്റഹത്തിൻ ഔ അസ്കറും ബിൽ ഹസാ മിൻ റാഹതൈഹി റുമീം. കഅന്നഹും തീർച്ചയായിട്ടും കഅന്നഹും ശൈത്താന്മാർ ആയതുപോലെയുണ്ട് ഹറബൻ ഓടുന്ന അവസരത്തിൽ അബ്താലു അബ്രഹത്തിൻ അബ്രഹത്തിൻ്റെ പട്ടാളം ആയതുപോലെയുണ്ട്. ഔ അല്ലെങ്കിൽ അസ്കറുൻ ഒരു സൈന്യമായതുപോലെയുണ്ട്. എങ്ങനെയുള്ള സൈന്യമാണ്? ബിൽ ഹസാ മിൻ റാഹത്തൈഹി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ രണ്ട് ഉള്ളംകൈയിൽ നിന്നിട്ട് ചരക്കലുകളെ കൊണ്ട് റുമി എറിയപ്പെട്ട അവസരത്തിലുള്ള ആ സൈന്യങ്ങൾ ആയതുപോലെയുണ്ട്. എറിയപ്പെട്ടപ്പോൾ സൈന്യങ്ങൾ ഓടി, ആ സൈന്യങ്ങൾ ഓടും പോലെയുണ്ട് അവരെ ഓട്ടം. ഈ ബൈത്തിൽ രണ്ട് വിഷയം പറയുന്നു. ശൈത്താന്മാർ ഓടുന്നത് രണ്ടിലേക്ക് സാദൃശ്യപ്പെടുത്തി പറഞ്ഞു. ഒന്ന്, അബ്രഹത്ത് രാജാവിൻ്റെ പട്ടാളം ഓടുന്നത് പോലെ. ആരാണ് അബ്രഹത്ത് രാജാവും? അബ്രഹത്ത് രാജാവ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം മുസ്ലിമിക്ക് എതിരായിരുന്നു. ജനങ്ങളെ ഇങ്ങനെ ഹജ്ജ് മാസത്തിൽ എല്ലാം റെഡിയായി ഹജ്ജിക്ക് വേണ്ടി അവർ പോകാൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ചോദിക്കും, ഇവരൊക്കെ എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ പറയപ്പെട്ടു, അത് മക്കയിലുള്ള അള്ളാഹുവിൻ്റെ വീടാകുന്ന കഅബയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, എന്താണ് ആ കഅബ പറഞ്ഞാൽ എന്ത് നിന്നുണ്ടാക്കപ്പെട്ടതാണെന്ന്. അപ്പോൾ പറയപ്പെട്ടു, അത് കല്ലിൽ നിന്നുണ്ടാക്കപ്പെട്ടതാണ്. അബ്രഹത്ത് രാജാവ് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വീട് ഉണ്ടാക്കിത്തരാം, കഅബ പോലത്തെ ഒരു ഇംഗ്രേജ് ഉണ്ടാക്കാം. അത് ചുവപ്പും കറുപ്പുമായിട്ടുള്ളതായ നല്ല മാണിക്യത്തിൽ നിന്നുണ്ടാക്കപ്പെടുന്നതാണ്. സ്വർണം വെള്ളിയെല്ലാം അതിനേക്ക് പൂശപ്പെട്ട നല്ല വർണ്ണത്തിലുള്ളതായ ഒരു ബിൽഡിങ്, ഒരു വീട് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. അപ്പോൾ നിങ്ങൾ ദൂരെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അവൻ്റെ ഉദ്ദേശം മക്കത്തിലേക്ക് പോവലിനെ, കഅബയിലേക്ക് ഹജ്ജ് പോയതിനെ തടയാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ഉദ്ദേശം. അങ്ങനെ ജനങ്ങളെ മക്കയിലേക്ക് പോകാൻ തടഞ്ഞപ്പോൾ ഈ സംഭവം അറബികളുടെ ഇടയിൽ മഷഹൂറായി. അറബിയാക്കൾ വളരെ ആദരിച്ചിരുന്ന ഒരു വീടാണല്ലോ കഅബ. അപ്പോൾ കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരാൾ ദേഷ്യപ്പെട്ടിട്ട് ഒരാൾ പുറപ്പെട്ടിട്ട് അവൻ ഉണ്ടാക്കിയതായ ഈ ഇംഗ്രേജിലേക്ക്, ആ കനീസയിലേക്ക് അവൻ കയറിയിട്ട് രാത്രി അവൻ അതിലേക്ക് കാഷ്ടിക്കുകയും അങ്ങനെ അവിടെ നിന്ന് രാത്രിക്ക് തന്നെ ആ കാഷ്ടം ആ വീട്ടിൽ, അവൻ്റെ ഉണ്ടാക്കിയ വീട്ടിൽ പുരട്ടുകയും ചെയ്തു. ഈ സംഭവം അവനിക്ക് മനസ്സിലായപ്പോൾ അബ്രഹത്ത് രാജാവ് ദേഷ്യപ്പെട്ടു. എന്നിട്ട് സത്യം ചെയ്തു, തീർച്ചയായിട്ടും ഞാൻ ആ കഅബയുടെ ഓരോ കല്ലുകളെയും തകർത്ത് ഞാനത് പൊളിക്കുക തന്നെ ചെയ്യും. അങ്ങനെ നജ്ജാശി രാജാവിലേക്ക് എഴുതുകയും നജ്ജാശിയോട് ഒരു ആന അയക്കാൻ വേണ്ടി പറയുകയും, അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആന അവനിലേക്ക് കിട്ടുകയും 60,000 ആളുകളുമായിട്ട് അവൻ പുറപ്പെടുകയാണ്. അങ്ങനെ കഅബ പൊളിക്കാൻ വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ കഅബനെ പൊളിക്കാൻ വേണ്ടി പുറപ്പെട്ടു അവിടേക്ക് എത്തിയ അവസരത്തിൽ അവിടുത്തെ മക്കനടുക്കൽ ഗാർ എന്ന സ്ഥലത്തിൽ എത്തിയപ്പോൾ അവർ എന്താക്കി, അവരിൽപ്പെട്ട ഒരാളോട് അബ്രഹത്ത് കൽപ്പിച്ചു, നിങ്ങൾ അവരുടെ ആടുകളെയും ഒട്ടകങ്ങളെയും പിടിച്ചെടുക്കണമെന്ന്. അങ്ങനെ ആ മനുഷ്യൻ പോയി അവിടെ പിടിച്ചെടുത്തു. പക്ഷെ അവർ കൊല്ലാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ അവർക്ക് സാധിച്ചില്ല ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഖുറൈശികൾക്ക് എല്ലാം അവൻ അവിടുന്ന് കവർച്ച നടത്തി, ആടിനെയും ഒട്ടകത്തിനെയും കവർച്ച നടത്തി തിരിച്ചു വന്നപ്പോൾ അബ്രഹത്ത് രാജാവ് അങ്ങനെ മക്കയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു, പൊളിക്കാൻ വേണ്ടി. പക്ഷേ ആ മക്കയിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ ആനകൾ മുട്ടുകുത്തി വീഴുകയാണ്. ആനകൾ തലക്കടിച്ചപ്പോൾ അത് നിൽക്കാൻ വേണ്ടി തലക്ക് അടിക്കാൻ നോക്കുമ്പോൾ പക്ഷേ അത് സമ്മതിക്കുന്നില്ല.
മക്കാൻ ഭാഗം അല്ലാത്തിലേക്ക് മുന്നടിച്ചാൽ വളരെ സ്പീഡിലായി അത് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അതേ അവസരത്തിൽ മക്കയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചപ്പോൾ ആ ആനകൾ അവിടുന്ന് മുട്ടുകുത്തി അവിടുന്ന് നിൽക്കുകയാണ് ചെയ്തിരുന്നത്. ഒരു മഹാ അത്ഭുതമായിരുന്നു. പിന്നീടാണ് പക്ഷികളെ അള്ളാഹു തആല അബാബിൽ എന്ന പക്ഷികളെ അയക്കുന്നു. ഓരോ പക്ഷിയിലും 3 കല്ലുകളാണ്. അതിൻ്റെ കൊക്കിൽ ഒരു കല്ലും അതേസമയത്ത് 2 കാലിൽ 2 കല്ലും, അങ്ങനെ 3 കല്ലാണ് ഓരോ പക്ഷികളുണ്ടായിരുന്നത്. ആ പക്ഷികൾ വന്ന് അവിടെ അവരെ ചൂടാക്കപ്പെട്ട നല്ല ചൂടുള്ളതായ ആ ചെറിയ കല്ല്, അതായത് ചെറിയ പയറിനേക്കാളും വലുതും കടലേക്കാൾ ചെറുതുമായിട്ടുള്ള ആ ഒരു സൈസിലുള്ള കല്ല് അവരെ കൊണ്ടുവന്ന് തലയിലേക്ക് ഇടുകയും ചെയ്തു. ആ സമയത്ത് അവർ ഓടുന്നു. അവർ പേടിച്ചവർ ഓടി. അങ്ങനെ ഓരോരുത്തർക്കും ആ കല്ല് അവർ തലയിലേക്ക് കയറി, തലച്ചോറിൽ കയറി അവർ പിന്ദ്വാരത്തിൽ അത് പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർ നശിപ്പിക്കുകയും ചെയ്ത സംഭവമാണ് അബ്രഹത്തിൻ്റെ ആ പട്ടാളത്തിനെ നശിപ്പിച്ചത്. അവർ ഓടിയതായ ആ ഓട്ടം പോലെയായിരുന്നു ഈ ശൈത്താന്മാരെ ഓട്ടം. ഈ സംഭവം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിലേക്ക് പ്രസവിക്കപ്പെടുന്നതിന് മുമ്പ്, അതായത് 50 ദിവസങ്ങൾ മുമ്പായിരുന്നു ഈ സംഭവം നടന്നത്. അല്ലെങ്കിൽ മറ്റൊരു സംഭവം പറഞ്ഞത് അസ്കർ എന്ന് പറഞ്ഞ സൈന്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകൊണ്ട് കൈയിനുള്ളിൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ചരക്കുകൾ റസൂൽ പറക്കിയെടുത്തപ്പോൾ ആ ചരക്കുകൾ എന്തായി, ആ ചരക്കല്ലുകൾ എന്തായി, അവിടെ നിന്ന് റസൂൽ മന്ത്രിച്ച് അതിനെ ശത്രുക്കളെ പക്ഷത്തിലേക്ക് എറിഞ്ഞപ്പോൾ അവരെ കണ്ണുകൾക്ക് അത് വീഴുകയും അവർ ഓടുകയും ചെയ്ത സംഭവം. അതുപോലെയായിരുന്നു ശൈത്താന്മാരെ ഓട്ടം. നബദം ബിഹി ബഅദ തസ്ബീഹിം ബിബത്നിഹിമാ നബദൽ മുസബ്ബിഹി മിൻ അഹ്ശാഇ മുൽതഖിമിഹിം. നബുദൻ എങ്ങനെ എറിയപ്പെട്ടു? വരിയെറിയപ്പെടൽ ബിഹി ആ കല്ലുകൊണ്ട് ബഅദ തസ്ബീഹിം ബിബത്നിഹിമ, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 കൈയിൻ്റെ ഉള്ളിൽ തസ്ബീച്ചിലതിന് ശേഷം ആ ചെരക്കല്ലുകൾ, ആ ചെറിയ ചെറിയ കല്ലുകൾ അത് തസ്ബീച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ്. അത് ഒന്ന് ബദർ യുദ്ധത്തിൽ, മറ്റൊന്ന് ഹുനൈൻ യുദ്ധത്തിലായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ ശത്രുക്കളുടെ മുഖത്തിലേക്ക് ഈ ചരക്കൽ വാരിയെന്താക്കി എറിഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് കയ്യിൽ ആ തസ്ബീഹ്, ആ ചരക്കലുകൾ തസ്ബീച്ചിലിരുന്നു. അതിനുശേഷമാണ് എറിയപ്പെട്ടത്. ആ സമയത്ത് സൈന്യം ഓടിപ്പോയി. നബദൽ മുസബ്ബിഹി ആകുന്ന ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാം, അവരെ പറ്റിയാണ് പറയുന്നത്. അവരെ എറിഞ്ഞതുപോലെ, അവരെ എറിയപ്പെട്ടതുപോലെ, അതായത് അവരെ ഇട്ടതുപോലെ മിൻ അഹ്ശാഇ മുൽതഖിമിൻ, മീനിൻ്റെ വയറ്റിൽ നിന്നിട്ട്, ആ ഒരു വലിയ സംഭവം, അത്ഭുതകരമായ സംഭവം. ബഹുമാനപ്പെട്ട യൂനുസ് നബി ഇസ്ലാം മീൻ വിഴുങ്ങിയ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ശേഷം യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ കരയിൽ കൊണ്ടിട്ട് ആ മീൻ ഇട്ടപ്പോൾ ഒരു വലിയ അത്ഭുതമായ സംഭവമായിരുന്നു. ആ ഒരു അത്ഭുതമായ സംഭവത്തിനെ പോലെ തന്നെയായിരുന്നു ഈ ഒരു സംഭവം എന്ന് കവി പാടുകയാണ്. വളരെ മഹത്വമുള്ള പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഈ ശൈത്താന്മാരെ തീരെ ആകാശത്തിലേക്ക് പ്രവേശനമില്ലാതെ തടയപ്പെടുകയും ചെയ്ത സംഭവമാണ് ഇതുവരെ പറഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.